വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വരുമാന അസമത്വം വർദ്ധിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾക്ക് പ്രതിശീർഷ വരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കണം. പെർ ക്യാപിറ്റ ഇൻകം, ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തിലെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത്. വികസന സൂചികകളിൽ ഏറ്റവും ലളിതവും പരമ്പരാഗതവുമായ വികസന സൂചികയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഏറ്റവും ലളിതവും പരമ്പരാഗതവും ആണ്. രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും സഹായിക്കുന്നത് പ്രതിശീർഷ വരുമാനമാണ്. രാജ്യങ്ങൾ തമ്മിൽ അവരുടെ സാമ്പത്തിക നില കമ്പയർ ചെയ്യാനും സാമ്പത്തിക നില മനസ്സിലാക്കാനും സഹായിക്കുന്നത് പ്രതിശീർഷ വരുമാനം ആണ്. ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നെങ്കിൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മുൻ വർഷങ്ങളേതുമായി താരതമ്യം ചെയ്യുന്നതിനും വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചകൾ താരതമ്യം ചെയ്യുന്നതിനും ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു വ്യക്തിക്ക് നിശ്ചിത പ്രദേശത്ത് നേടിയ ശരാശരി വരുമാനം ആണ് ഇത്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത പ്രദേശത്ത് നേടിയ ശരാശരി വരുമാനം ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞത്. ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇനി ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ആയിട്ടുള്ള വിദ്യാഭ്യാസം, പോഷക ആഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പ്രതിശീർഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. വിദ്യാഭ്യാസം, പോഷക ആഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. സാമ്പത്തിക വളർച്ചയ്ക്ക് അപ്പുറം അതിൻ്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നില്ല. അതായത് സമ്പത്തിൻ്റെ വിതരണം എന്ന് പറയുന്നതും സാമൂഹിക ക്ഷേമവും പ്രതിശീർഷ വരുമാനം റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സൂചിക പരിഗണിക്കുന്നില്ല. ദേശീയ വരുമാനം ജനങ്ങൾക്കിടയിൽ എങ്ങനെ വിതരണം ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾക്കകത്താണ്, അതായത് വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിൽ വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമാന അസമത്വം വർദ്ധിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് വരുമാന അസമത്വം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. അതായത് ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. പ്രതിശീർഷ വരുമാനം ഒരു രാജ്യത്തെ ആകെ വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ്. ശരാശരി ഒരാൾക്ക് എത്ര വരുമാനം കിട്ടുന്നു എന്നറിയാൻ പ്രതിശീർഷ വരുമാനം യൂസ് ചെയ്യാം. ഇനി വരുമാന വിതരണം എന്ന് പറയുന്നത് രാജ്യത്തെ വരുമാനം ജനങ്ങൾക്കിടയിൽ എത്രത്തോളം തുല്യമായാണ് വീതിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ വരുമാനം ജനങ്ങൾക്കിടയിൽ എത്രത്തോളം തുല്യമായിട്ടാണ് വീതിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം കൂടുന്നുവെന്ന് കരുതുക. എന്നാൽ ആ വരുമാനം എല്ലാവർക്കും ഒരുപോലെയല്ല ലഭിക്കുന്നത്. കുറച്ച് സമ്പന്നർക്ക് കൂടുതൽ പണം ലഭിക്കുകയും പാവപ്പെട്ടവരുടെ അവസ്ഥയിൽ മാറ്റമില്ലാതിരിക്കുകയും ചെയ്താൽ അതിനെയാണ് വരുമാന അസമത്വം എന്ന് വിളിക്കുന്നത്. തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തതിനെയാണ് വരുമാന അസമത്വം എന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രതിശീർഷ വരുമാനം ശരാശരി കൂടും, പക്ഷേ താഴെയുള്ള ആൾക്കാരുടെ ജീവിത നിലവാരത്തിൽ യാതൊരുവിധ മാറ്റവും വരാത്തതിനാൽ വരുമാന വിതരണം മെച്ചപ്പെടുന്നില്ല. മുകളിലുള്ളവർ വരുമാനം വർദ്ധിക്കും, പക്ഷെ ശരാശരി കൂടും. പക്ഷെ താഴെയുള്ള ആൾക്കാരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരാത്തതിനാൽ വരുമാന വിതരണം എന്നത് മെച്ചപ്പെടുന്നില്ല. ഫലത്തിൽ എന്തായിരിക്കും? സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ പഴയപടി തുടരുകയും ചെയ്യുന്നു. ഇതാണ് അസമത്വം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നത്. ഇനി ആ ചോദ്യത്തിലേക്ക് പോകാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും.
വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് വരുമാന അസമത്വം വർദ്ധിക്കുന്നു എന്നാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 2026 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെലഗ്രാം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PDF-ഉം റെക്കോർഡ് വീഡിയോയും അവൈലബിൾ ആയിരിക്കും. ഡെയിലി തരുന്ന ടൈം ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് GK പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. 208 ടോപ്പിക്സാണ് ഇതിനകത്ത് തരുന്നത്. ആർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കമ്പ്യൂട്ടർ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി, ഇത്രയും ടോപ്പിക്സുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ 208 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഡെയിലി ഒരു 5 മുതൽ 6 വരെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ടൈം ടേബിൾ തരുന്നത്.